ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഒരു മുട്ടപ്പത്തിരിയുടെ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടപ്പത്തിരി മുട്ട ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുട്ടപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് മുട്ടപ്പത്തിരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ പൊടി കുഴച്ചിട്ടും അതുപോലെ തന്നെ പരത്തിയിട്ടും ഒന്നുമല്ല കേട്ടോ ഈ ഒരു മുട്ടപ്പത്തിരി ഉണ്ടാക്കണേ. പച്ചരി മാത്രം, പച്ചരിയും ഒരു ഇത്തിരി ചോറും ചേർത്തിട്ട് അരച്ചിട്ട് ആ ഒരു മാവ് നമ്മൾ എണ്ണയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുഴയ്ക്കാനും പരത്താനും അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാനും ഒന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മുട്ടപ്പത്തിരി. നമുക്ക് 2 മണിക്കൂർ മതി നമുക്ക് ഈ ഒരു അരി കുതിർത്തെടുക്കേണ്ടത് കേട്ടോ. 5-6 മണിക്കൂർ കുതിർക്കേണ്ട ആവശ്യമില്ല. 2 മണിക്കൂറൊക്കെ അരി കുതിർത്ത് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി മുട്ടപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മീൻകറി, ഇനിയിപ്പോൾ മീൻ മുളകിട്ടിട്ടുള്ളത് ആയിരുന്നാലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ബീഫോ ചിക്കനോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടും അതുപോലെ പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി ഞാൻ ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ മുട്ടപ്പത്തിരി തീരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മുട്ട ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നമുക്കൊരു പലഹാരത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ആരെടുത്ത് വന്നതുപോലെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾക്ക് ആ ഒരു വെള്ളവും അതുപോലെ തന്നെ എണ്ണയുടെ ചൂടും ഒക്കെ കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോയിൽ നല്ല കറക്റ്റ് അളവായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾ കഴിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.